ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓരോ ദിവസം ഞങ്ങൾക്ക് ഓരോ ആഗ്രഹങ്ങളാണ്. ഇന്ന് ബിരിയാണി കഴിക്കണം തോന്നി. അങ്ങനെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ബിരിയാണി കഴിക്കാൻ കയറി. ആദ്യം നമുക്ക് ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം വേണം. അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു. അതിനുശേഷം ഒരു സ്പൂൺ നെയ്യ് ഇട്ടു. അതൊന്ന് മെൽറ്റായതിനു ശേഷം നമുക്കിതിലേക്ക് കിസ്മിസും കാഷ്യൂ നട്ട്സൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂ നട്ട്സ് മാത്രമേ ഇടുന്നുള്ളൂ, എന്തെങ്കിലും കിസ്മിസ് അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇനി അത് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, ഒരിക്കലും തീ കൂട്ടി വയ്ക്കരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ആ ബാക്കി വന്ന എണ്ണയിൽ നമുക്ക് കുറച്ച് ഉള്ളിയും കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത ഉള്ളിയായിരിക്കണം, എന്നാലേ നമുക്ക് നല്ല ഭംഗിയിൽ വറുത്തെടുക്കാനായിട്ട് പറ്റും. ഇതിനി ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് കുറഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത്, അത് ഓൾമോസ്റ്റ് ഒന്ന് ഫ്രൈ ആറാകുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്കിനി അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം. ആ സമയത്ത് നമ്മൾ തീ കൊട്ടി വെച്ച് കഴിഞ്ഞാൽ അത് വേഗം കരിഞ്ഞു പോകും. ഇനി ഞാൻ ഈ ഉള്ളി എടുത്തിട്ട് ടിഷ്യൂ പേപ്പറിലേക്കൊന്നും അല്ല ഇടുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എണ്ണ ഒന്ന് മാറാനായിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അത് സ്ക്വീസ് ചെയ്ത് ആ ഓയിലൊക്കെ എക്സസ് ആയുള്ള ഓയിൽസൊക്കെ ഒന്ന് മാറാനായിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ പാത്രത്തിൽ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കും. അപ്പം നമുക്ക് ഉള്ളി നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. ഇനി നമ്മൾ നമ്മുടെ ടാസ്ക് നമ്പർ 3യിലേക്കാണ് പോകുന്നത്. കാഷ്യൂസ് ഫ്രൈ ചെയ്തെടുത്തു, ഒണിയനും ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ അനിയൻസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ചിക്കന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചട്ടി വെച്ചു. അതിൽ ഒന്നും ഇട്ടില്ല, ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും ഇടാതെ വെറുതെ ഉള്ളി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്ത് ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് കളറാവുന്നെന്ന് തോന്നുന്ന സമയത്ത് അതിലേക്ക് ചിക്കൻ ഇടുക. നമുക്ക് ആവശ്യത്തിനുള്ള, ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ 1.5 കിലോ ചിക്കൻ ഏകദേശം ഇട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ചിക്കൻ ഇട്ടിട്ട് കുറച്ച് സമയത്തേക്ക് ഉപ്പും മസാലയും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ ഉള്ളി എല്ലായിടത്തെല്ലാം പറ്റി ആ ചിക്കനിൽ ചൂടടിക്കുമ്പോഴത്തേക്ക് ചിക്കൻ്റെ കളറൊന്ന് മാറി ഇതുപോലെ ഒന്ന് വെളുത്ത് നല്ലൊരു വൈറ്റ് കളറായിട്ട് വരില്ലേ, അങ്ങനെ കുറച്ച് നേരത്തേക്ക് നല്ലൊന്ന് ചൂടടിക്കുമ്പോഴത്തേക്ക് ആ ചിക്കൻ്റെ കളറൊക്കെ മൊത്തത്തിൽ മാറി അത് മൊത്തം നല്ലൊരു, ആദ്യത്തെ ഒരു പിങ്ക് കളറായിരുന്നില്ലേ, അതിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു നല്ല പേപ്പർ വൈറ്റ് കളറായി. ആ സമയത്ത് നമ്മളതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ ഈ സമയത്ത് ചിക്കൻ്റെ പോഴ്സൊക്കെ നല്ല ഓപ്പൺ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിക്കൻ്റെ ആ ഒരു പീസിലേക്കൊക്കെ നല്ല രീതിയിൽ ഉപ്പ് ഉള്ളിലേക്ക് പിടിക്കും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ആ സമയത്ത് ഉപ്പിട്ടു. ഇനി ഉപ്പിട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണമല്ലോ, എന്നാലല്ലേ എല്ലായിടത്തും ഉപ്പൊക്കെ ഒന്നും പറ്റുള്ളൂ. അത് കാരണം പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളതൊന്ന് അടച്ച് വെക്കുക കുറച്ച് സമയത്തേക്ക്. വേറെ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, അത് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും. ആ വെള്ളത്തിൽ അതൊന്ന് വേവാനായിട്ട് നമ്മളിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി അത് കുറച്ച് നേരത്തേക്ക് മൂടി വെക്കുക. എന്നിട്ട് ഇടയ്ക്ക് പിന്നെയും കുറച്ച് സമയം കഴിയുമ്പോൾ പിന്നെയും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിളക്കി കൊടുക്കുക. ഇപ്പോഴാണ് എനിക്ക് പണി എന്നുള്ള ബോധം വന്നത്. ഉള്ളി വഴറ്റുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. ആദ്യം നമ്മൾ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. കാരണം അത് വഴറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പച്ച സ്മെല്ലുണ്ടാവില്ലേ, ഒരു റോ സ്മെല്ലിങ്ങനെ ഒരു കുത്തുന്ന ടേസ്റ്റ് ഉണ്ടാവും അതിലേക്ക്. അത് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റിനെ മൊത്തത്തിൽ ഫ്ലോപ്പാക്കിയാണ്. അത് കാരണം ഞാനിവിടെ വേറൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഞാനിവിടെ ഓരോ പിടി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം ഒക്കെ മാറില്ലേ, അതൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് അത് നമ്മൾ നേരത്തെ വേഗം വെച്ചിരുന്ന ചിക്കനിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തു. നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങനെ സെപ്പറേറ്റ് ഇപ്പോൾ ചെയ്തതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിതിവിടെ മറന്നു പോയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഉള്ളി വഴറ്റിയാലും മതി. അങ്ങനെ ചെയ്ത് ആ ഉള്ളി ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ചിക്കൻ ഇടുക. അതാണ് കുറച്ചുകൂടി എളുപ്പം. അങ്ങനെ അത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെയും ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരത്തേക്ക് വേവിക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിളക്കി കൊടുക്കുക. ഇത് നമ്മൾ ചിക്കനിലെ വെള്ളത്തിൽ മാത്രമാണ് വേവിക്കുന്നത്, അപ്പോൾ അടുക്കി പിടിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വേറെ പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു പെയിൽ വൈറ്റ് കളറില്ലേ ചിക്കൻ്റെ, ആ വൈറ്റ് കളറൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുതായിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു വല്ലാതെ വെളുത്തിരിക്കുന്ന ഒരു അപ്പിയറൻസ് അങ്ങ് മാറിക്കിട്ടും. ഇപ്പോൾ തന്നെ കുറച്ച് ഭംഗിയായില്ലേ. ഇനി ഞാനതിലേക്ക് കുറച്ച് തക്കാളി ഇടുന്നുണ്ട്. ഇപ്പോൾ ഒരു വലിയ തക്കാളിയുടെ ഒരു
പകുതി പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് ആ ചിക്കൻ്റെ നടുഭാഗത്തേക്ക് വെച്ച് കൊടുക്കും. ഇനി ആ ചിക്കൻ കൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ആവി തട്ടിയിട്ട് ആ തക്കാളി വേഗം വെന്ത് കിട്ടും. ഇപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഒരു 10 മിനിറ്റ് നേരം കൂടി ആ ഒരു തക്കാളിയുടെ പുളിപ്പും ആ ഒരു ഫ്ലേവറൊക്കെ കൂടി ഒന്നും കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം കൂടി മൂടി വേവിച്ച് കൊടുക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറി നല്ല സുന്ദരനായിട്ട് വരും. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മസാല ഇടാത്ത ചിക്കനാണെന്ന് പറയും. ഇതാണ് നമ്മുടെ ചിക്കൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമ്മൾ ദമ്മിടാൻ പോവാം. ആ ചിക്കൻ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് ദമ്മിടുന്നത്. അതാകുമ്പോൾ നല്ല അടി കട്ടിയുള്ള പാത്രമാണ്. അപ്പോൾ ചിക്കൻ അടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇങ്ങനെ ലെയറായിട്ട് ഇടുക. ഒരു ലെയറിൽ നമുക്ക് എന്തുമാത്രം റൈസ് വേണോ അതിനുള്ള തിക്നെസ്സിൽ റൈസ് ഇട്ടു. അതിന് മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും പിന്നെ നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയും കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ ഇട്ടു. പിന്നെ നമ്മളിവിടെ ഫുഡ് കളർ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ദം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് നല്ലോണം ആവിയൊക്കെ വന്ന ആ ഒരു ദമ്മൊക്കെ സെറ്റായി. ഇതൊന്നും പോത്തില്ല, ഇതൊന്നും എടുത്തില്ല അമ്മ, ഇതൊന്നും കുഴപ്പമില്ല അമ്മ വന്നു. അമ്മൂമ്മമാരുടെ കുക്കിങ്ങിന് ഭയങ്കര റീച്ച് അമ്മൂമ്മ. അതല്ലേ അമ്മയോട് പോണ്ടെന്ന് പറഞ്ഞ. വാവു വാവൂന്ന് പറ.